ഗായ്സ് അപ്പം മഞ്ഞ് മലകൾ കണ്ടോ, അടിപൊളി. നമ്മൾ വഴി നിർത്തിയതാണ് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിക്കാൻ. വഴി നിർത്തിയപ്പോൾ ഉള്ള വ്യൂവിന് ഒരു രക്ഷയില്ല, കിണ്ണം വ്യൂ. ഇവിടെയൊക്കെ വരണം കേട്ടോ, ലൈഫിലൊന്നെങ്കിലും വരണം. അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല ഗൈസ്. അപ്പം നമ്മുടെ മണാലി ഡേ 2 ആണ് ഇന്ന് നമ്മൾ റൊത്താങ് പാസിലേക്ക് പോവുക. റൊത്താങ് പാസിൽ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെ തൊട്ട് റൊത്താങ് പാസ് ക്ലോസ്ഡ് ആയിരിക്കും, സ്നോഫോൾ ആയതുകൊണ്ട്. ഇന്നിപ്പം ഓൾറെഡി സ്നോ ഒക്കെ പെയ്ത് കിടപ്പുണ്ട്, പക്ഷേ സ്നോഫോള് ഇല്ല, അതുകൊണ്ട് ഓപ്പണാണ്. സ്നോഫോള് നാളെ തുടങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. നാളെ തൊട്ട് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മളിത് ഈ ഒരു ഓൾട്ടോയിലാണ് പോകുന്നത്. മണാലി ടു റൊത്താങ് 2300 രൂപ ഓൾട്ടോ. കഴിക്കാൻ നിർത്തിയത് ഒരു ഹസ്കിയാന്ന് തോന്നുന്നു. അപ്പം റൊത്താങ്ങിൽ വെച്ച് കാണാൻ. പാസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. മഞ്ഞും വെള്ള ഐസാന്നൊക്കെ നമ്മൾ വഴി കണ്ട്. ഇപ്പോൾ പോകുന്ന സ്ഥലത്തുനിന്ന് ഫുൾ സ്നോ സ്നോ കണ്ടു തുടങ്ങി. ഗൈസ്, അപ്പം നമ്മൾ റൊത്താങ് എത്തി. ഒരു 3-4 മണിക്കൂർ. എത്ര മണിക്കൂർ എടുത്തിട്ടാ മണാലിന്ന്? 2.5 മണിക്കൂർ എടുത്തുള്ളൂ അല്ലേ? 2 മണിക്കൂർ എടുത്തത് റൊത്താങ്ങിലെത്തി. എൻ്റെ അളിയ ഒരു രക്ഷയില്ല. അമ്മാതിരി വിഷ്വലും അമ്മാതിരി തണുപ്പും അമ്മാതിരി സ്നോയും. സ്നോ ഒരു 2 ആഴ്ച മുമ്പ് പേദല്ലടാ, അങ്ങനെയല്ല അവർ പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് പേദ. അതുകൊണ്ട് അത്യാവശ്യം ഫ്രഷ് സ്നോയാ കാണാൻ. ഇതുണ്ടോ അറിയില്ല, തണുക്കുന്നു. ആർട്ടിഫിഷ്യൽ സ്നോഫോൾ ഇല്ല. സ്നോഫോൾ ഉള്ളപ്പോൾ ഇവിടെ റൊത്താങ് വാലി ക്ലോസ് ആവും. ആ സമയത്ത് സ്നോഫോള് വരുന്ന സമയത്ത് ക്ലോസ് ആവും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കയറ്റി കൊടുത്തു. എന്താ വെച്ചാല് മണാലിയില് ഏറ്റവും കൂടുതൽ സ്നോ പെയ്യുന്ന സ്ഥലമാണ്. അതിപ്പോ നമ്മളെ ജൂൺ ജൂലൈ സമയത്ത് നോർമലി സ്നോ ഉണ്ടാകത്തില്ല. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ റൊത്താമസിൽ സ്നോ ഉണ്ടാവും. അത് മുന്നേ പെയ്ത് കിടക്കുന്ന സ്നോ ആയിരിക്കും, കാരണം ഇവിടെ അത്രയും ടെമ്പറേച്ചർ കുറവ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ല, അപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. സോ സ്നോ ഇവിടെ കിടക്കണ്ടാവും. അപ്പോൾ സ്നോ സ്റ്റാർട്ടിങ് ആവുകയാണെങ്കിൽ പോലും സ്നോ അധികം ഏറ്റവും കൂടുതൽ പെയ്യലും ആദ്യം പെയ്യലും ഇവിടെ കൂടുതൽ പെയ്ത് കഴിഞ്ഞാൽ ഇത് റോഡ് ക്ലോസ് ചെയ്യും. അപ്പം കൂടുതൽ പെയ്ത് ഹൈ ഹെവി സ്നോ ആയിരിക്കും. അപ്പം റോഡൊന്നും വണ്ടി പോകാൻ പറ്റത്തില്ല, ഫുൾ സ്നോ ആയിരിക്കും. അപ്പോൾ ഇവിടെ റോത്താമസിലോട്ടുള്ള റോഡും അങ്ങ് ക്ലോസ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പിന്നെ നോർമലി എല്ലായിടത്തും സ്നോ ആണ്. നോർമലി ഇവിടെ ബൈക്കൊന്നും കയറത്തില്ല, നമ്മൾ വന്നിട്ട് കാറിൽ തന്നെ അല്ലെങ്കിൽ ടാക്സി എടുക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ. പക്ഷെ നമ്മൾ ബാർഗൈൻ ചെയ്ത് അത്യാവശ്യം ചീപ്പായിട്ട് 4 പേർക്ക് കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ബാർഗൈൻ ചെയ്ത് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരു പെർ പേഴ്സൺ 700 സംതിങ് അല്ലേ? 700-750 സംതിങ്. ഇവിടെ ഇപ്പം -3 ഒക്കെ ഉണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ -20 അറൗണ്ട് 20 ആവുമെന്നാ പറയുന്നത്. ഇവിടെ ഇപ്പം നല്ല തണുപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്ലൗസ് ഒന്നും ഊരിയതാ. രക്ഷയില്ല. ഞങ്ങളാണെങ്കിൽ ഫുള്ളി അത്യാവശ്യം കിറ്റായിട്ടൊക്കെ വന്നേക്കും. ഇതിന്റെ അകത്ത് 2 ലെയർ ഡ്രസ് ഉണ്ട്, ജാക്കറ്റ്, പിന്നെ കൈയുണ്ട് ഗ്ലൗസ്, ഇതിന്റെ അകത്ത് 2 ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഇതുണ്ട് ഷൂ. ഇവന്മാര് മറ്റേ എന്താ സ്നോയ്ക്ക് വേണ്ടിയുള്ള ഷൂസ്, എൻ്റെ സ്കിൽഫുൾ ട്രക്കിംഗ് ഷൂസ്. അപ്പം വ്യൂ അടിപൊളിയാണ്. വിഷ്വൽസ് നമ്മുടെ ബാക്കിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു വിഷ്വൽ. ഒരു രക്ഷയില്ല. നല്ല വ്യൂ അല്ലേ? നല്ല സൂപ്പർ വ്യൂ. എല്ലായിടത്തും ഹിമാലയാസ്. എന്താ കഴിക്കുന്നത്? മറ്റേ മിക്സ് ചെയ്ത സാധനത്തെ ആ കാപ്പി കുടിച്ചപ്പം
സ്റ്റേഷൻ തണുപ്പ്. അത് അന്നപ്പോ ചൂടുണ്ടായിരുന്നു, കൈയെടുത്ത് മുത്താൻ പോകുമ്പത്തിന് ചൂട് പോയി. വല്ലാത്ത എക്സ്പീരിയൻസ് എന്തായാലും ഒരു എക്സ്പീരിയൻസ് സംഭവം. അതെ അതെ, ലൈഫിൽ ഒന്നെങ്കിലൊക്കെ ഇവിടെ ഒക്കെ വരിക, ചെയ്യാ. ബാക്കിയുള്ളടത്തൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് അധിക സമയം നിൽക്കാൻ പറ്റും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ ഹിമാചൽ ട്രിപ്പ് വരുമ്പോൾ ഒരു 2 ആഴ്ച മിനിമം പോരെ, കാരണം കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. നമ്മൾ ആദ്യം ഒരാഴ്ചക്ക് പറഞ്ഞത്, പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു 2 ആഴ്ച ആക്കി. ഗായ്സ് ബാക്കിലൊക്കെ ഫുള്ള് മഞ്ഞ പോലെയാണ്. ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. സെറ്റ് വൈബ്. എന്റെ പൊന്നോ, മസ്റ്റ് വിസിറ്റ്. അടിപൊളി. ഈ വ്യൂ ഒക്കെ ഇവിടെ ഒരു പാറ പോലത്തെ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ട അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ബട്ട് ഇത് കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡെപ്തിൽ കിടക്കുന്നത്. ക്യാമറ എത്രത്തോളം മനസ്സിലാവുന്നില്ല, പക്ഷേ ഇവിടുന്നുള്ള വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും അടിപൊളി സ്ഥലമുണ്ട്, എന്നിട്ട് അത് നമുക്ക് പറ്റുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാം. ലൈക്ക് അത് അടിപൊളി ഒരു ഫീൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ റൊത്താങ് വാലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അട്ടൽ ടണൽ കാണാൻ പോവാണ്. ഓ, ഈ പുറകിൽ കാണുന്ന മലകളുടെ ഒക്കെ താഴെ കൂടെ ഒരു ടണല്. ഓ, അത് സീനായിരിക്കും. भाई ये टनल कितना किलोमीटर का है? 9 किलोमीटर. कितना? 9. हाँ 9.2 किलोमीटर. 9.2 കിലോമീറ്റർ ആണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ഈ അട്ടൽ ടണലാണ് നമ്മുടെ വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് ടണൽ. കാരണം മലയുടെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മോളിൽ ഫുൾ മലയാ. 9.2 കിലോമീറ്റേഴ്സ് ഉള്ള ലോങ്ങസ്റ്റ് ടണൽ എന്നാണ് ഗൂഗിൾ പറയുന്നത്. വേൾഡിൽ തന്നെ ലോങ്ങസ്റ്റ് ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. അടിപൊളി, കൊള്ളാം. ഇതൊക്കെ പണിതെടുത്ത ഒരു സംഭവം. അങ്ങനെ നമ്മൾ ടണലിന്റെ പുറത്തേക്ക് എത്തി. ഓ, കിട്ടില്ല വ്യൂ. ഓ, സൂപ്പർ വ്യൂ. ഓ, ഇതാണ് ഒഫീഷ്യൽ എക്സിറ്റ്. താങ്ക്സ് ആൻഡ് വിസിറ്റ് അഗെയിൻ. ഈ ടണൽ ഒരു സംഭവമായിരുന്നു. ആ അതെ, കാരണം ഇത് ഭയങ്കര പ്രോപ്പർ ആയിട്ടാ പണിതേക്കുന്നത്. അതെ, ഇത് 10 വർഷം 2010 പരിപാടി തുടങ്ങിയത്. 2020 10 വർഷം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. ഇടയ്ക്കൊക്കെ എമർജൻസി എക്സിറ്റുകളുണ്ട്. അടിയിൽ വേറെ ടണലുണ്ട് എമർജൻസി എക്സിറ്റിന് വേണ്ടി. പിന്നെ എമർജൻസി ഫോണ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, വാക്യൂം സക്ഷൻ വരെ ഉണ്ട് പൊല്യൂഷൻ കളയാൻ വേണ്ടി. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് പണിതെടുത്തേക്കുന്നുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം റോത്താങ് വാലി ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ടണലൊക്കെ പാസ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ മണാലി അടുത്ത് എത്താറായി. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് അഡ്വഞ്ചർ ട്രിപ്പായിട്ട് നമ്മളിപ്പോൾ സിപ്പ് ലൈൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പം സിപ്പ് ലൈൻ ചെയ്യാം നമുക്ക്. അടിപൊളി വ്യൂ, സൂപ്പർ. അപ്പോൾ ഗൈസ് ദേ സിപ്പ് ലൈനും കഴിഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ അടുത്ത ചങ്ങായി വരുന്നുണ്ട് പുറകിന്ന് വരുന്നുണ്ട്. ഇന്നത്തെ ഡേ ഇതോടെ വൈൻഡപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ മണാലി ചെല്ലുന്നിട്ട് ലോക്കലായിട്ട് ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റൂമിൽ പോയി ഉറങ്ങുക. എന്നിട്ട് നാളെ കസോളിനുള്ള യാത്ര തുടങ്ങും. അപ്പം വ്ളോഗ് ഇനിയും ഓരോ പാർട്സായിട്ട് വരും. ബാക്കി പാർട്സ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലേ ശ്യാമല്ലേ? ലൈക്ക് സബ്സ്ക്രൈബ് മാൾ റോഡ് മണാലി. അടിപൊളിയായിരുന്നു അല്ലേ?